السلام عليكم ورحمة الله. قطب 4. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. الله لقبه من عنده شرفا لأنه شرفت دين الهدى شيم. إن الإمارة باءت إذ به نصبت والحمد حمد لما اشتق منه سموم. الله لقبه من عنده شرفا. الله تعالى ലക്കബഹു, ആ അമീരിനിക്ക് ലക്കബ നമ്മ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല മിൻ ഇന്ദിഹി, അള്ളാന്റെ അടുക്കൽ നിന്ന്, ഷറഫ, ഷറഫ് എന്ന്, ഇവിടെ ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞില്ല, അപ്പൊ ഷറഫ് എന്ന് വെച്ചാൽ അല്ലാഹു ലക്കബഹു ബിശറഫുദ്ദീൻ. ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ലക്കബ നമുക്കുണ്ട്. അല്ലാഹു തആല അമീർ അഹ്മദിനിക്ക് ലക്കബ് അലമു പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ഈ അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ഷറഫത്ത് ദീനൽ ഹുദാശിയമു, ഷറഫത്ത് ദീനൽ ഹുദാശിയമു, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ, ഹിദായത്തിന്റെ ദീനിനെ, അവരുടെ സ്തുത്യർഹമായ കാര്യങ്ങൾ, ഷിയമു എന്ന് പറഞ്ഞാൽ അൽ ഹിസാലുഹുൽ ഹമീദത്ത്, സ്തുത്യർഹമായ വിഷയങ്ങൾ ബഹുമാനമാക്കിയിട്ടുണ്ട്, ആദരവാക്കിയിട്ടുണ്ട്, മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. മാത്രല്ല, ഇന്നൽ ഇമാറത്ത്, തീർച്ചയായിട്ടും ആധിപത്യമാകുന്നത്, ഭരണാധികാരമാകുന്നത്, ബാഹത്ത്, ഭരണാധികാരമാകുന്നത്, ബാഹത്ത്, അത് വ്യക്തമായിരിക്കുന്നു. നന്നായിരിക്കുന്നു. ഹസനത്ത്, വളരെ നന്നായിട്ടുണ്ട്. കാരണം എന്താ? ഇത് കാരണം ബിഹി, ഈ അമീർ അഹമ്മദിനോടാണ് നുസിബത്ത്, ആ ഇമാറത്തിന് ചേർക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, വൽ ഹംദു ഹംദുൻ ലിമസ്തുഖ മിൻഹു സിമു, വൽ ഹംദു ഹംദുൻ ലിമസ്തുഖ മിൻഹു സിമു, അതായത് വൽ ഹംദു ഹംദുൻ, ഒരുപാട് സ്തുതികൾ അധികരിച്ചിട്ടുണ്ട്. ലിമസ്തുഖ മിൻഹു സിമു, അതായത് ജനങ്ങൾ അവർക്ക് ഹംദ് പറയുന്നതിന്റെ മേലിൽ, അധികരിച്ചതായ രൂപത്തിൽ ഹംദ് പറയുന്നതിനെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താ? അവരുടെ പേര് അതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്, ഹംദിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. കാരണം അവരുടെ പേര് അഹമ്മദ് എന്നാണല്ലോ. അപ്പൊ ഹംദിൽ നിന്ന് പിടിക്കപ്പെട്ടതായി എന്ന കാരണം കൊണ്ട് തന്നെ ജനങ്ങൾ ഒരുപാട് സ്തുതികൾ അദ്ദേഹത്തിന് കർപ്പിച്ചിട്ടുണ്ട്. ലാസാല അഅ്ലാമുൽ ഹുദാ അദിലി വൽ ഫീ അയ്യാമി ദൗലതിഹി ആലിയ, ലാസാല അഅ്ലാമുൽ അദിലി,
നീതിയുടെ വൈജയന്തികളായിക്കൊണ്ടേ ഇരിക്കട്ടെ. ഈ അയ്യാമി ദൗലത്തിഹി, അവരുടെ ആധിപത്യത്തിന്റെ ദിനരാത്രങ്ങളിൽ, ദിവസങ്ങളിൽ, ആലിയത്തൻ, അത് ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നു. മാത്രമല്ല വഖീമത്തുൽ ഇൽമി മിൻ ആസാരി തർബിയത്തി ഗാലിയ, വഖീമത്തുൽ ഇൽമി, ഇൽമിന്റെ മൂല്യം, മിൻ ആസാരി തർബിയത്തിഹി, മിൻ ആസാരി തർബിയത്തിഹി, അവരുടെ അളീമത്തായ ധർമ്മങ്ങളുടെ കാരണമായിട്ട് ആ ഇൽമിന്റെ ഖീമത്ത് ആയിക്കൊണ്ടേയിരിക്കട്ടെ. ഖാലിയത്തൻ, അത് ഖാലിയത്തായിക്കൊണ്ടേയിരിക്കുന്നു. ഖാലിയത്ത് എന്ന് പറഞ്ഞാല് അത് അധികരിച്ചതായിക്കൊണ്ടേയിരിക്കുന്നു. ഖാലിയത്ത്. وأياديه على أخذ الحق فائضة, വഅയാദീഹി, അവരുടെ ധർമ്മങ്ങൾ, അല അഖിലുൽ ഹഖി, ഹക്കിന്റെ അഖിലുകാരുടെ മേലില്, ഫായിളത്തൻ, അത് ഫായിളത്ത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വഅആദീഹി മിൻ ബൈനിൽ ഖൽഖി ഗായിള, വഅആദീഹി, അദ്ദേഹത്തിന്റെ ശത്രുക്കൾ, മിൻ ബൈനിൽ ഖൽഖി, സൃഷ്ടികളുടെ ഇടയിൽ നിന്ന്, ഗായിളത്തൻ, അത് കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. കുറയാന്ന് പറഞ്ഞാല് നേരമാന അതെല്ലാം വെള്ളത്തിലേക്ക് അസ്തമിക്കുന്ന രൂപത്തിലായി മാറിയിട്ടുണ്ട്. വഹുവ, ഈ അമീർ അഹ്മദ്, അല്ലദീ, ഒരാളാണ്, അമ്മ അഹ്ലസ്സമാനി ബി ഇഫാദത്തിൽ അദ്ലി വൽ ഇഹ്സാൻ, അമ്മ അഹ്ലസ്സമാനി, ആ കാലഘട്ടത്തിലുള്ള ആളുകളെ മുഴുവിപ്പിച്ചിട്ടുണ്ട്. എന്താണ് മുഴുവിപ്പിച്ചത്? ബി ഇഫാദത്തിൽ അദ്ലി വൽ ഇഹ്സാൻ, നീതിയും അതുപോലെ തന്നെ നന്മ ചെയ്തു കൊടുക്കലും, നീതിയും നന്മ ചെയ്തു കൊടുക്കലിനെയും നൽകൽ കൊണ്ട്, അതിനെ ചൊരിച്ചു കൊടുക്കൽ കൊണ്ട് ആ കാലഘട്ടത്തിലുള്ള ആളുകളെ അമീർ അഹ്മദ് മുഴുവിപ്പിച്ചിട്ടുണ്ട്. അവ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും നീതിയും ഇഹ്സാനിനെയും കാണിച്ചു കൊടുത്തു. വഖസ്സൽ ഉലമാ മിൻ ബൈനിഹിം അഹ്ലൽ ഇൽമി ബി ഫവാളില മുതവാലിയാത്തിൻ വഫളായില ഗൈരി മുതനാഹിയ. മാത്രമല്ല വഖസ്സൽ ഉലമാ, ഉലമാക്കന്മാരെ പ്രത്യേകമാക്കുകയും ചെയ്തു. മിൻ ബൈനിഹിം, അവരുടെ ഇടയിൽ നിന്ന് പ്രത്യേകമാക്കി, ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന്. ആരെയാണ് പ്രത്യേകമാക്കിയത്? ഉലമായിനെ പ്രത്യേകമാക്കി. അതായത് വഖസ്സൽ ഉലമാ മിൻ ബൈനിഹിം, ഉലമായിനെ അല്ലാഹ് പ്രത്യേകമാക്കി. അതായത് അഹ്ലൽ ഇൽമി, ഇൽമിന്റെ അഹ്ലുകാരൻ, ബി ഫവാളില മുതവാലിയത്തിൻ, തുടർന്നുകൊണ്ടേയിരിക്കുന്ന ശ്രേഷ്ഠതകളെ കൊണ്ടും, വഫളായില ഗൈരി മുതനാഹിയത്ത്, അസ്തമിക്കാത്ത മുറിഞ്ഞു പോവാത്തതായ ഫളീലത്തുകളെ കൊണ്ട്, വറഫഅലി അഹ്ലിൽ ഇൽമി മറാത്തിബൽ കമാൽ, വറഫഅലി അഹ്ലിൽ ഇൽമി, ഇൽമിന്റെ അഹ്ലുകാർക്ക് ഉയർത്തിക്കൊടുക്കുകയും ചെയ്തു. മറാത്തിബൽ കമാലി, കമാലിയത്തിന്റെ മർത്തബകളെ. വനസബ ലി അർബാബിദ്ദീനി മനാസിബൽ ഇജ്ലാൽ, വനസബ, നൽകുകയും ചെയ്തിരിക്കുന്നു. ലി അർബാബിദ്ദീനി, ദീനുടേതായ ആളുകൾക്ക്. എന്തിന്? മനാസിബൽ ഇജ്ലാൽ, മനാസിബൽ
ഇജ്ലാലി വളർമ്മയുടെ കാരണങ്ങളെ, വളർമ്മ നൽകുവാന്, വളർമ്മ നൽകുന്നതിനുള്ളതായ വളർമ്മയുടെ കാരണങ്ങളെ ദീനിന്റെ ആളുകൾക്ക് നൽകുകയും ചെയ്തു. മാത്രമല്ല ശ്രേഷ്ഠവാന്മാരായ ആളുകൾക്ക് താഴ്ത്തിക്കൊടുക്കുകയും ചെയ്തു. ജനാ അൽ ഇഫ്ളാൽ, ഇഫ്ളാലിന്റെ ഭാഗത്തിന്. ഏതുവരേക്കും ഹത്താ ജലബത്ത് ഇലാ ജനാബി റിഫഅതിഹി ബലായ ഉലൂമി മിൻ കുല്ലി മർമൻ സഹീഖ്. ഏതുവരേക്കും ഹത്താ ജലബത്ത് വലിച്ചുകൊണ്ടുവന്നിരിക്കുന്നു, ഇലാ ജനാബി റിഫഅതിഹി ഇവരുടെ ഉയർച്ചയുടെ ഭാഗത്തേക്ക്. എന്താണ്? ബലായുൽ ഉലൂം, ഇൽമുകളാകുന്ന ചരക്കുകൾ വലിച്ചുകൊണ്ടുവന്നു. ഫീ കുല്ലി മർമൻ സഹീഖ്, വിദൂരങ്ങളായ പല ദേശങ്ങളിൽ നിന്നും. മാത്രമല്ല വവജ്ജഹ തിൽകാഅ മദിയന ദൗലതിഹി മതായൽ ആമാലി മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വവജ്ജഹ മുന്നിരിക്കുകയും ചെയ്തു. തിൽകാഅ മദിയന, മദിയനിന്റെ ഭാഗത്തേക്ക് നേരിഴിച്ചു. മദിയന അതായത് ദൗലത്തി, അദ്ദേഹത്തിന്റെ ആധിപത്യം. എന്തിനെയാണ് നേരിഴിച്ചത്? മതായൽ ആമാൽ, ആഗ്രഹങ്ങളാകുന്ന വാഹനങ്ങളെ. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരങ്ങളായ ദേശങ്ങളിൽ നിന്നിട്ട്. അല്ലാഹുമ്മ കമാ അയ്യത്തഹു ലിഇലായി കലിമതിക്, അല്ലാഹുമ്മ രക്ഷിതാവേ, കമാ അയ്യത്തഹു ഈ അമീർ അഹ്മദിനെ നീ ശക്തി നൽകിയതുപോലെ, ലിഇലായി കലിമതിക് ആ അമീർ അഹ്മദിന്റെ വാക്കുകളെ ഉയർത്തുന്നതിന്. അതുകൊണ്ട് അയ്യിദുഹു അദ്ദേഹത്തെ നീ ശക്തിപ്പെടുത്തണേ. വകമാ നവ്വർത ഖൽദഹു ലിനദ്മി മസാലിഇ ഖൽഖിക ഫഖല്ലിദുഹു. വകമാ നവ്വർത ഖൽദഹു, അദ്ദേഹത്തിന്റെ ഹൃദയത്തിനെ നീ ശോഭിപ്പിച്ചതുപോലെ, ലിനദ്മി മസാലിഇ ഖൽഖിക, നിന്റെ ജനങ്ങളുടെ മസ്ലഹത്തായ കാര്യങ്ങളെ ക്രോഡീകരിച്ചാൽ ക്രമീകരിക്കുന്നതിലേക്ക് ഹൃദയത്തിനെ നീ ശോഭിപ്പിച്ചതുപോലെ, ഫഖല്ലിദുഹു ഈ അമീർ അഹ്മദിനെ നീ സ്വർഗത്തിൽ ഏത് കാലത്തും ശാശ്വതമായി നിലനിർത്തേണമേ. മങ്കാല ആമീന അബ്കല്ലാഹു മുഹ്ജതഹു ഫഇന്ന ഹാദാ ദുആഉൻ യശ്മലുൽ ബശറാ. മങ്കാല ആമീന, വല്ലവരത്തിനും ആമീന് പറഞ്ഞാല്, അബ്കല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാക്കട്ടെ, മുഹ്ജതഹു അവന്റെ അമീർ അഹ്മദ് എന്നവരുടെ അവരെ ഹയാത്തിനെ, അവരെ ഭൗതികമായ ലോക ജീവിതത്തിന്. കാരണം ഫഇന്ന ഹാദാ ദുആഉൻ യശ്മലുൽ ബശറ, ഈ പറഞ്ഞ ദുആയാണ് എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന. ഒരു മുറും അമീർ അഹ്മദിന് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. എങ്കിൽ ഫൈൻ വഖഅ, ഈ ദുആ എങ്ങാനും സംഭവിച്ചാൽ, ഫീ ഹയ്യിസിൽ ഖബൂലി, ഖബൂലിന്റെ മഖാമിലെങ്ങാനും സംഭവിച്ചാൽ,
വഹുവൽ ഗായത്തുൽ മഖ്സൂദ്, അത് തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുന്നതിന്റെ അർത്ഥം. ഗായത്തുൽ മഅമൂൽ ഒരേ അർത്ഥം തന്നെ. ആകയാൽ വല്ലാഹു തആല, അല്ലാഹുവിനോട്, അസ്അലു, ഞാൻ ചോദിക്കുന്നു, അൻ യുവഫ്ഫിഖനി, എനിക്ക് തൗഫീഖ് ചെയ്തു തരാൻ, അസ്ദിഖ, സത്യത്തിലേക്ക്, വസ്വവാബ, യഥാർത്ഥത്തിലേക്ക്, വയുജന്നിബനി, അല്ലാഹു എന്നെ അകറ്റുവാനും, അനിൽ ഖത്തലി, പേവിനെ തൊട്ടു, വൽ ഇർത്തിവാബി, ഇടർച്ചകളെ തൊട്ടു. ഇന്നഹു, തീർച്ചയായും അല്ലാഹു തആല, വലിയ തൗഫീഖ്, തൗഫീഖിൻ ഉടയവരാണ്. വബിയദിയ, അല്ലാഹുവിനെ കൊണ്ടാണ്, അസിമ്മത്ത് തഹ്ഖീഖ്, എല്ലാറ്റിന്റെയും തഹ്ഖീഖിന്റെ കടിഞ്ഞാനുകളൊക്കെ. കാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി റിസാലത്തുൽ ശംസിയന്റെ മുഖദ്ദിമാണ് ഇനി തുടങ്ങാൻ പോണത്. ഇതുവരെ കുത്തുബിയുടെ മുഖദ്ദിമയായിരുന്നു പറഞ്ഞിരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അബ്ദാ നിസാമൽ വജൂദ് വഖതറമായാത്തിൽ അശ്യാ ബിമുഖ്തദൽ ജൂദ് വഅൻശാ ബിഖുദ്റതിഹി അൻവാഅൽ ജവായിദിൽ അഖ്ലിയ വഅഫാള ബിറഹ്മതിഹി മുഅദ്ദിഖാത്തിൽ അജ്റാമിൽ ഫലകിയ വസ്സലാത്തു അലാ ദവാത്തിൽ അൻഫുസിൽ ഖുദ്സിയ്യത്തിൽ മുനസ്സഹ അനിൽ മഖൂനിൽ ഖദൂറാത്തിൽ ഇൻസിയ ഖുസൂസൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സായിബിൽ ആയാതി വൽ മുഅ്ജിസാത്ത് വഅലാ ആലിഹി വസ്വഹാബിഹി താബീന ലിൽ ഹുജജി വൽ ബയ്യിനാത്ത്. അൽഹംദു, സർവസ്തുതിയും ഇല്ലാഹി, അല്ലാഹുവിനിക്കാണ്. അല്ലദീ, എങ്ങനത്തെ അല്ലാഹു തആലയാണ്, അബ്ദാ നിസാമിൽ വജൂദി, ലോകത്ത് മൗജൂദായ വസ്തുക്കളുടെ സൃഷ്ടിപ്പിനെ, അതിന്റെ ഗണനയെ മാതൃക കൂടാതെ നിർമ്മിച്ചിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. വഖ്തറ മായിയാത്തിൽ അഷിയായി, വിവിധങ്ങളായ വസ്തുക്കളുടെ മായിയത്തിനെ നിർമ്മിച്ചുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ബിമുഖ്തദൽ ജൂദ്, ജൂദിന്റെ അടിസ്ഥാനത്തില്. വഅൻശാ ബിഖുദ്റതിഹി അൻവാഅൽ ജവാഹിദിൽ അഖ്ലിയ, വഅൻശാ, ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു, ബിഖുദ്റതി, അവിടുത്തെ ഖുദ്റത്ത് കൊണ്ടിട്ട്, അൻവാഅൽ ജവാഹിദിൽ അഖ്ലിയ, അഖ്ലിയായുള്ള അഖ്ലിയയുടെ ഇനങ്ങളെ, അഖ്ലിയായ ജൗഹറുകളുടെ ഇനങ്ങളെ. അഖ്ലിയായ ജൗഹർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനുഷ്യ ബുദ്ധികൾ, അതിനേക്കാണ് ജവാഹിറുൽ അഖ്ലിയ. ചില ആളുകൾ ഉഖൂലുൽ അശറ എന്നും ഈ ജവാഹിറുൽ അഖ്ലിയെ സംബന്ധിച്ച് പറഞ്ഞതായിട്ട് കാണാം. അല്ലാഹു തആല ചൊരിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്തിനെയാണ്? റഹ്മത്തി, അല്ലാഹു തആലയുടെ റഹ്മത്ത് കൊണ്ടിട്ട്. എന്തിനെയാണ് ചൊരിച്ചു കൊടുത്തിരിക്കുന്നത്? മുഅദ്ദിഖാത്തിൽ അജ്റാമിൽ ഫലകിയ, അതായത് ഫലക്കിയായ തടികള് അഥവാ ഗോളങ്ങള്, അതിനെ ചലിപ്പിക്കുന്ന കാര്യങ്ങളെ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. വസ്സലാത്തു, അല്ലാഹുവിന്റെ ഗുണം, അലാ ദവാത്തിൽ അൻഫുസിൽ ഖുദ്സിയ്യ, പരിശുദ്ധമായ ശരീരങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ. എങ്ങനത്തെ പരിശുദ്ധമായ ശരീരങ്ങളാണ്? അൽ മുനസ്സഹതി, പരിശുദ്ധമാക്കപ്പെട്ട ഇന്ദിനെ തൊട്ട്, അനിൽ ഖദൂറാത്തിൽ ഇൻസിയ, മനുഷ്യപരമായിട്ടുള്ള മ്ലേച്ഛകരമായ കാര്യങ്ങളെ തൊട്ട് പരിശുദ്ധമാക്കപ്പെട്ടവരായ, ഖുസൂസൻ പ്രത്യേകിച്ച്, അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി ആകുന്ന നേതാവിന്റെ മേലിൽ ഉണ്ടാവട്ടെ. ആരാണ് ആ റസൂലുള്ളാഹ്
സായിബില്ലായാത്തി വൽ ഖുർആനിക ആയത്തുകളുടേവരായ വൽ മുഅ്ജിസാത്തി അമാനുഷിക കഴിവുകളുടേവരായ വഅല ആലിഹി നബിയുടെ കുടുംബത്തിന്റെ മേലിലും വഅസ്ഹാബിഹി നബിയുടെ അനുയായികളുടെ മേലിലും അത്താബിഈന ലിൽ ഹുജജി വൽ ബയ്യിനാത്ത് ബയ്യിനാത്തിനോടും ഹുജ്ജത്തുകളോടും അനുഗമിക്കുന്നതായ മഹത്തുക്കളായ സ്വഹാബ കിറാം അവരുടെ മേലിലും ഉണ്ടാവട്ടെ. വബഅദു ബിസ്മിയും ഹംസും സലാത്തുമൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞാൻ പറയുകയാണ്. ഫലമ്മ കാന ബിത്തിഫാഖി അഖിലിൽ അഖ്ലി ബുദ്ധിമാന്മാരായ ആളുകളുടെ ഏകോപനം കൊണ്ട് ആയപ്പോൾ വഇത്ബാഖി ദവിൽ ഫളിൽ ശ്രേഷ്ഠതയും ബഹുമാനവുമുള്ള ആളുകളുടെ ഏകോപനം കൊണ്ടും എന്താ അന്നൽ ഉലൂമ തീർച്ചയായിട്ടും അതായത് വിജ്ഞാനങ്ങളാകുന്നത് സിയമ പ്രത്യേകിച്ചുകൊണ്ട് അൽ യഖീനിയായ ഇൽമുകളാകുന്നത് ആയപ്പോൾ എന്തായപ്പോൾ അലൽ മനാഖിബി വഅബ്ഹൽ മനാഖിബി അലൽ മലാമതാലിബി തേടപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നതമായതായപ്പോൾ വഅബ്ഹൽ മനാഖിബി സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും പ്രശോഭിതമാവുകയും ചെയ്തപ്പോ വഅന്ന സായിബ അഷ്റഫുൽ അഷ്ഖാസിൽ ബസരിയാൻ വഅന്ന സായിബഹ തീർച്ചയായിട്ടും ആ ഇൽമുകൾ ഉടയതായ ആളുകള് അഷ്റഫുൽ അഷ്ഖാസിൽ ബസരിയാൻ മനുഷ്യരിൽ നിന്ന് ഏറ്റവും ബഹുമാനവും ആദരവും ഉള്ളവരായപ്പോൾ വനഫ്സുഹു അസ്റാ ഇത്തിസാലം ബിൽ ഉഖൂലിൽ മലകിയ്യ വനഫ്സുഹു അവരുടെ നഫ്സ് അസ്റാ അത് ഉളരുന്നതായപ്പോൾ ഇത്തിസാലം ബിൽ ഉഖൂലിൽ മലകിയ്യ മുൽക്കിയായ അഖിലുകളോട് അഥവാ ചേരൽ കൊണ്ടിട്ട് ചേരുന്ന രൂപത്തില് മാത്രമല്ല വകാനൽ ഇബ്തിലാഉ വെളിവാകല് ആവുകയും ചെയ്തപ്പം അലാദകായിക്കിഹ വളരെ പ്രധാനപ്പെട്ട ഇൽമുകളിൽ നിന്ന് പ്രധാനപ്പെട്ടതായ ഇൽമുകളുടെ മേലിലും അതുപോലെ വൽഇഹാതതി ബികുന്നി ഹഖായിക്കിഹ ആ ഇൽമുകളുടെ ഹഖീഖത്തിന്റെ യഥാർത്ഥ സത്തയെ മനസ്സിലാക്കലുമായപ്പോൾ ലാ യുംകിനു സൗകര്യപ്പെടാത്ത രൂപത്തിൽ വന്നപ്പം ഇല്ലാ ബിൽ ഇൽമി ഇൽമ കൊണ്ടല്ലാതെ എങ്ങനത്തെ ഇൽമ് അൽ മർസൂമി ബിൽ മന്തിഖി മന്തിക്ക് കൊണ്ട് അടയാളം വെക്കപ്പെട്ടതായ ഇൽമ് അപ്പൊ ആ മന്തിക്ക് കൊണ്ടുള്ളതായ ഇൽമ കൊണ്ടാണ് ഇതുപോലുള്ളതായ വിവിധങ്ങളായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാ പറയുന്നത് ഇത് ബിഹി കാരണം ഈ പറയപ്പെട്ട മന്തിക്ക് കൊണ്ടാണ് യുറഫു അറിയപ്പെടുക. എന്തിനെയാ അറിയപ്പെടുന്നത്? സിഖത്തുഹാ സഹിയായ ഇൽമുകൾ ഏതാണ് എന്ന് മിൻ സഖ്മിഹാ അഥവാ സഹിയല്ലാത്തതായ ഇൽമുകളെ തൊട്ട്. അപ്പൊ നല്ല ഇൽമും അതുപോലെ തന്നെ മോശമായ ഇൽമും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒന്നാണ് ഏത് മന്തിക്ക്. മാത്രമല്ല അതിന്റെ ഒത്തിനെയും അറിയപ്പെടുന്നതായപ്പം മെലിഞ്ഞതായ ഇൽമുകള് അഥവാ ലഹീഫായ ഇൽമുകള് മിൻ സമനിഹാ സിമനിഹാ തടിച്ചു കൊയ്ത്തതായ ഒന്നിനെ തൊട്ട് അങ്ങനെ അങ്ങനെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അശാര ഇശാറത്ത് ചെയ്തു ഇലാമൻ ഒരുത്തനിലേക്ക് സൈദ എങ്ങനത്തെ ഒരുത്തനാണ് അവൻ വിജയിച്ചിട്ടുണ്ട്. ബിലുത്തുഫിൽ ഹഖി ഹഖിന്റെ ലുത്തുഫിയത്ത് കൊണ്ട് വിജയിച്ചിട്ടുണ്ട്.
വംസാസ ഒരുത്തൻ വേർതിരിയുകയും ചെയ്തിട്ടുണ്ട് ബിയദിഹി അവരുടെ കരങ്ങളെ കൊണ്ട് മിംബൈനി കാഫത്തിൽ ഖൽഖി മറ്റു ജനങ്ങളുടെ ഇടയിൽ നിന്നിട്ട് മാത്രമല്ല വമാല ഇലാ ജനാബിഹി ദാനി വൽ ഖാസി വമാല ഇലാ ജാനിബിഹി ജനാബിഹി അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് ചായുകയും ചെയ്തപ്പോ അദ്ദാനി എങ്ങനത്തെ ഭാഗമാണ് താഴ്മ ചെയ്തുകൊണ്ട് ചെയ്യുന്ന മാത്രമല്ല വൽ ഖാസി അപ്പൊ മാല ഇലാ ജനാബി അവരുടെ ഭാഗത്തേക്ക് ചാഞ്ഞിട്ടുണ്ട് ഇലാ ജനാബി അദ്ദാനി വൽ ഖാസി അകന്നവനും വിട്ടുള്ളവനും അടുത്തവനും മുത്താബഅത്തി ആ ഒരുത്തനോട് പിൻപറ്റിയത് കാരണമായി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അൽ മുതീഉ വൽ ആസി അനുസരിക്കുന്നവനും ദോഷം ചെയ്തതുമായ ആള് ഈ ആൾ ആരാണ് വഹുവ അൽ മൗല ഒരു മൗലയാണ് അസ്സദറുൽ അഅ്ലം അസ്സാഹിബുൽ മുഅല്ലം അൽ ആലിമുൽ ഫാദിൽ അൽ മഖ്ബൂലുൽ മുൻഇമുൽ മുഹ്സിനുൽ ഹസീബുൽ മുഖ്ബിലു അൻ നസീബുൽ മനാഖിബി വൽ മഫാഖിർ ഉന്നതമായ തറവാട്ടുകാരൻ ഒരുപാട് സ്ഥാനങ്ങളും പവറുകളുമുള്ളവർ ആരാ ആള് ബിശംസുൽ മില്ലത്തി ദീനിന്റെയും സൂര്യനായ ബഹാഉൽ ഇസ്ലാം ഇസ്ലാമിന്റെ ശോഭയായ മുസ്ലിമീങ്ങളുടെ ശോഭയായ ഖുദുവത്തുൽ അകാബിരി വൽ അമാസീൽ അതായത് ഉന്നതന്മാരുടെയും അതുപോലെ പിന്നെ സാദൃശ്യമായവരുടെയും തുടരപ്പെടാനുള്ള ഒരു അവലംബമായ അതുപോലെ മലിക്കു സുദൂരി വൽ അഫാദിൽ സുദൂറുൽ അഫാദിലായ ശ്രേഷ്ഠവാന്മാരിൽ നിന്ന് ഏറ്റവും പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ആളുകളെ അതിന്റെ ഹെഡിങ് അതിന്റെ പിന്നെ മുതിർന്ന ഭാഗത്തുള്ളതായ ആളുകളെ ആ ആളുകളെ ഉടമയാക്കുന്നവരായ പിന്നെ അതാ കുത്തുബുൽ ആലി ഫലക്കുൽ മആനി മുഹമ്മദ് ബിൻ മൗലൽ സദിദിൽ മുഅല്ലമി സാഹിബുൽ അഅ്ലം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഷറൈ പറ്റി പിന്നെ ഷറൈന്റെ മുഖദ്യം പറഞ്ഞിടത്ത് പറഞ്ഞല്ലോ അതായത് കുത്തുബിയെ ഒരു രാജാവിനിക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് അതേപോലെയാണ് ഇസാദത്തു ശംസിയെയും അതാ സമർപ്പിക്കപ്പെട്ടതായ ആ പിന്നെ വ്യക്തിത്വത്തെ ആണിപ്പം ഇവിടെ പറഞ്ഞ് നിർത്തിയത്. ഇൻഷാ അല്ലാഹ് ഇവിടെ നിർത്തുന്നു. ഇനി അടുത്ത ക്ലാസ് പെരുന്നാളൊക്കെ കഴിഞ്ഞു പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് ഈ പറഞ്ഞതുപോലെ ഉദ്ദേശിച്ച അന്ന് ആ തിങ്കളാഴ്ച നമുക്കിത് ക്ലാസ് തുടങ്ങാനും കേൾക്കാനും ചർച്ച ചെയ്യാനും പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ വിഷയങ്ങളിലേക്ക് പോയി എത്തിയിട്ടില്ല. ഒരു ക്ലാസ് കൂടി കഴിഞ്ഞാലേ നമ്മൾ കുത്തുബിയുടെ വിഷയത്തിലേക്കും മീറിന്റെ ചർച്ചയിലേക്കും നമ്മൾ എത്തുകയുള്ളൂ. അപ്പോഴാണ് ചർച്ചയാവുള്ളൂ. ഇപ്പോഴത്തെ ചർച്ചയൊക്കെ ഒരു മുത്തലക്കമ്പായതും ഒക്കെ ആയ രൂപത്തിലാണ് ഇപ്പോഴുള്ള ചർച്ചകളൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ആ റത്തബത്ത് കൊണ്ടല്ലോ ആ റത്തബത്തിലേക്ക് കൊണ്ട് കടക്കുമ്പോൾ മീറിനേറ്റ് ഇങ്ങനെയുള്ള കളിയും തുടങ്ങുമ്പോൾ അപ്പൊ നമുക്ക് നല്ല രസം ഉണ്ടാവും. ഇപ്പൊ രസം കുറയും. ഇപ്പൊ ഇതിങ്ങനെ ആമുഖങ്ങൾ ചർച്ച ചെയ്യല്ലേ. അപ്പൊ അതുകൊണ്ട് അത്രമാത്രം വലിയ രസമൊന്നും ഉണ്ടാവില്ല. രസം കിട്ടണമെങ്കിൽ നമുക്ക് റത്തബത്തിലേക്ക് കടക്കണം. അതുകൊണ്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഉഷാറാണ്. കാരണം കുത്തുബിയല്ലേ, ബഹു രസമുള്ള കിതാബാണല്ലോ. റഹ്മാനായ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും സാധുവിന് വേണ്ടി
വിലപ്പെട്ട ദിവസങ്ങളാണ് വരുന്നത്. എനിക്ക് വേണ്ടി പ്രത്യേകം നിങ്ങളൊക്കെ ദുആ ചെയ്യണം. റഹ്മാനായ റബ്ബ് ദീനിനു വേണ്ടി ഖിദ്മത്തിലായി ഒരുപാട് കാലം മുന്നോട്ടു പോവാൻ തൗഫീഖുള്ള ആഫിയത്തുള്ള ദീർഘായുസ് പഠിച്ച നമുക്കൊക്കെ നൽകട്ടെ. വരുന്ന പരിശുദ്ധമായ റമദാനിലെ പെരുന്നാളിന്റെ സുദിനങ്ങളെ ഓർത്തുകൊണ്ട് റഹ്മാനായ റബ്ബ് അതിന് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുണ്യം കരസ്ഥമാക്കാൻ പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.